ഹായ്, എല്ലാവർക്കും മലബാർ കിച്ചൺ ഡയമണ്ട് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരമാണ്. നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഈ പലഹാരം ഉണ്ടാക്കാൻ പോകുന്നത്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്നൊരു പലഹാരം കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക. നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ലോണം പഴുത്ത പഴം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഇതുപോലെ ചെറുതാക്കി നുറുക്കിയെടുക്കുക. എന്നിട്ട് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നുറുക്കി വെച്ച നേന്ത്രപ്പഴം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ പഴം ഒന്ന് വെന്ത് വരുമ്പോഴേക്കിനും പഴമൊക്കെ ഒന്ന് നല്ലോണം ഉടഞ്ഞ് കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സിമ്മിലിട്ടിട്ട് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ പഴമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, ഉടഞ്ഞിട്ടും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. റവ വറുത്തതോ വറുക്കാത്തയാലോ കുഴപ്പമില്ല. അപ്പം ഞാനതൊരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റായി വരട്ടെ. അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കളർ നല്ലോണം മാറണം എന്നില്ല, ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ആ തേങ്ങയുടെയൊക്കെ ഒന്ന് വെള്ളമായി ഒന്ന് മാറി കിട്ടിയാൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്കൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ റവ ഒന്ന് വേവാനായിട്ടുള്ള പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് റവയൊക്കെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട്. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഓരോ ബോളാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ എണ്ണയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇതിങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും കഴിക്കാം. ഞാൻ എണ്ണയിലൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓരോ ബോളാക്കിയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ മുഴുവനും ഇതുപോലെ ബോളാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊരു സൈഡാകുമ്പോൾ നമുക്ക്
തിരിച്ചിട്ട് കൊടുക്കാം. കുറച്ച് എണ്ണയിലാണ് ഞാൻ വറുത്തെടുക്കുന്നത്. അപ്പം ഇതൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. താങ്ക്